ഞാൻ നാളെ സെൻഡ് ചേർത്തൊരു വീഡിയോ ഇട്ടോളാം, അതിൽ തീരും നിന്നോട് നിലവിലുള്ളവരുടെ ദേഷ്യം. വീഡിയോ ഒക്കെ ഒന്ന് ഡിലീറ്റ് ആക്കണേ, അത് ഞാൻ കുളി കഴിഞ്ഞിരിക്കുമ്പോൾ ചെയ്യാം. എന്നെ ഒന്ന് സപ്പോർട്ടാക്കി വീഡിയോ ചെയ്യണം. നോമ്പ് കഴിയുമ്പോഴേക്കും ഒരു വീടാവണം, 5 മക്കളെ പഠിപ്പ് ചിലവ് ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. ലിമിറ്റഡ് പതുക്കെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നാടകം എന്ന് പറയും. ഓക്കെ, ഈ ചാറ്റ് നിന്റെ മനസ്സിലും എന്റെ മനസ്സിലും പിന്നെ പഠിച്ചോനും. ഓക്കെ, ഹലോ, നമസ്കാരം പ്രിയമുള്ളവരെ, കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലെ കീരിം പാമ്പു ആയിരുന്നു ഷാഹിദാത്തായും നമ്മുടെ ഷെരീഫ് കാക്കായും. എന്നാൽ പ്രഥമ ദൃഷ്ടിയാൽ അവർ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വലുതായിരുന്നു എന്ന് തെളിയിക്കുന്ന ചാറ്റ് ഹിസ്റ്ററിയാണ് നമ്മുടെ ഷാഹിദാത്താട്ടെ പുറത്തുവിട്ടേക്കുന്നത്. വേറൊന്നും പറയാനില്ല. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരുന്നു. ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ് മൈൻഡിലൊക്കെ എത്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അവർ വീണ്ടും പിണങ്ങി. ഒട്ടും കളിച്ചില്ല. നമ്മുടെ ഷാഹിദാത്താട്ടെ എന്തെടുത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാറ്റ് ഹിസ്റ്ററി മൊത്തം അങ്ങ് പുറത്തുവിട്ടു. ഈ ഷെരീഫ് കാക്ക ഇത് അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും ഷാഹിദാത്ത നേരത്തെ തന്നെ ബുദ്ധിപൂർവ്വം ഈ ചാറ്റ് ഹിസ്റ്ററി മൊത്തം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, താത്ത വന്ന് അത് യൂട്യൂബിലങ്ങ് ഇട്ട്. ഇനിയിപ്പോൾ ആരും അറിയാനില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അവസാനം വരെ കാണുക. ഫുള്ള് ചാറ്റ് ഹിസ്റ്ററി ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്കൊരു സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഹായ്. അപ്പം നമ്മളെ ഷെരീഫിക്ക നമ്മളെ ചാറ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കുമ്പോൾ എന്നോട് ചാറ്റ് ചെയ്തൊക്കെ മൂപ്പരാൾ ഡിലീറ്റ് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചാറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഷെരീഫിക്ക, ഞാൻ ആ ചാറ്റ് ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട് മോനെ. ഷെരീഫിക്ക ഇതാ കണ്ടോളി, കാണണ്ടവർ കണ്ടോളി. 2 മണിക്ക് 3 മണിക്കൊക്കെ ഷെരീഫിക്കാൻ്റെ ലീലാവിലാസങ്ങൾ നമ്മളെ ഷെരീഫിക്ക ചാറ്റ് ചെയ്യുന്നത് എല്ലാ ഇതിലുണ്ട്. ഷെരീഫിക്ക, നിങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തു അല്ലേ? ഷോ, എന്തിനാ ഡിലീറ്റ് ചെയ്തത്? ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മുത്തുമണിയെ. ഡിലീറ്റ് ചെയ്താൽ അത് പോകുന്നില്ല. ഓക്കേ, എന്തേ ഡിലീറ്റ് ചെയ്തു? പേടിച്ചിട്ടാണോ? പണിയാ ഡിലീറ്റ് ചെയ്തത്? ഞാൻ ഇവിടെ വെക്കാട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. ഞാൻ നോക്കുമ്പോൾ ഞാൻ മൂപ്പരാൾ വിചാരിച്ചു ഞാൻ ആ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ചാറ്റ് വെച്ചിരിക്കുന്നത്. അല്ല മുത്തുമണി, ഞാനത് തെളിവ് സഹിതം ഇവിടെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടി. ഒരു എന്തായാലും ഷെരീഫ് ഖാൻ്റെ സ്വഭാവം മാറുന്ന 100% എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാനത് തെളിവ് സഹിതം ചാറ്റുന്നതോട് കൂടിയിട്ട് തന്നെ ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുത്തുമണി ഷെരീഫേ. അപ്പോൾ ഷെരീഫ് ഖാ കുടുംബം നേരാക്കാൻ ഈ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ കെട്ടിയുള്ള ഉറക്കി കിടത്തിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ കുളിക്കാൻ കയറിയിട്ടൊക്കെയാണ് വീഡിയോ കോൾ വിളിയും ബാക്കിയുള്ളതും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ കൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കളിയാക്കരുത് ഒരിക്കലും. ഓക്കെ, എല്ലാവരും അത്ര പെർഫെക്റ്റ് അല്ല. ആരും ഈ ദുനിയാവിൽ അത്ര പെർഫെക്റ്റ് അല്ല. എല്ലാവരും കണക്കാണ്. അപ്പോൾ നോക്കിയും കണ്ടും കളിക്കുക. കളി തുടങ്ങുകയാണ് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ പിന്നാലെ ഷെരീഫിക്കാക്ക് കുറേ കാര്യങ്ങൾ വരാൻ കിടക്കണുള്ളൂ. അപ്പോൾ ഷെരീഫിക്ക ഡിലീറ്റ് ചെയ്ത് വാലും പൊക്കി ഓടി പറഞ്ഞാൽ ആ ചാറ്റ് അങ്ങനെ പോയി എന്നാണോ? അല്ലട മോനെ മുത്തുമണി, ഇവിടെ ഉണ്ട് ചാറ്റൊക്കെ. ഇവിടെ ഉണ്ട്. ഷാജിത്താത്താനോട് 2 മണി വരെയും 3 മണി വരെയും ചാറ്റ് ചെയ്തല്ലേ? ആ സംഭവങ്ങളൊക്കെ ഷാജിത്താത്ത ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നീ ഒരു ഇൻഫ്ലുവൻസർ യൂട്യൂബറൊക്കെ അല്ലേ? അപ്പോൾ ചാറ്റ് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തിനീ പണി? അവനോൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കുക. ഇനിയെങ്കിലും പണിക്ക് പോയി കുടുംബം നോക്കാൻ പഠിക്കുക. മറ്റുള്ള ആണുങ്ങളുടെയും കൂടി വില കളയണ്ട. സത്യം പറഞ്ഞാൽ നിൻ്റെ ഉപ്പാൻ്റെ വില നീ തന്നെ കളയണം. അയാൾ, ആ മനുഷ്യൻ ഈ പ്രായത്തിലും പണിയെടുത്തിട്ട് കുടുംബം നോക്കുന്നുണ്ട്. അതാണ് അതിശയം. ഡ്രൈവർ പണിക്ക് പോയിട്ടാണെങ്കിലും അയാൾ കുടുംബം പോയിട്ടുണ്ട്. പറയണേ, പോത്തുപോലെ വളർന്നാൽ നീയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വയസ്സാം കാലത്ത് പാപ്പാക്കും ഉമ്മാക്കും വീട്ടിലിരുന്ന് തിന്നാനുള്ള യോഗമില്ല. കാരണം എന്താണ്? ഇതാണ്. അപ്പോൾ എല്ലാ ചാറ്റും നിങ്ങൾ കാണണം. ഷെരീഫ് ഖാൻ്റെ നമ്പർ തന്നത്, ഷെരീഫ് ഖാൻ എനിക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അല്ല അങ്ങനെ ഷെരീഫ് ഖാൻ ഭയങ്കരമായിട്ട് എന്നോട് ചാറ്റ്. പിന്നെ ഷെരീഫ് ഖാൻ്റെ ഫസ്റ്റ് മുതലുള്ള ചാറ്റ് ഷെരീഫ് ഖാൻ ഇവിടെ തന്നെ ഉണ്ട്. ഷെരീഫ് ഖാൻ, ഓക്കെ ഷെരീഫ് ഖാൻ, ബൈ, സീ യു. ചാറ്റ് പോയിട്ടില്ല കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇതിപ്പോൾ ആര് വിശ്വസിക്കും, ആരെ വിശ്വസിക്കാതിരിക്കും? എല്ലാം പൊയ്മുഖങ്ങളാണല്ലോ. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു മുഖം, റിയൽ ലൈഫിൽ അവരുടെ മുഖം മറ്റൊന്ന്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴുമാണ് പേടിയാവുന്നത്. ഇതാരെയാ വിശ്വസിക്കേണ്ടത്, ആരെയാ വിശ്വസിക്കാത്തത്? ഇത് കണ്ടില്ലയോ? നേരിട്ട് കാണുമ്പം അല്ലെങ്കിൽ വീഡിയോയിലൂടെ കീരിയും പാമ്പോ രണ്ടുപേരും. പക്ഷേ അന്തർധാരയിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായ ചാറ്റിങ്ങും, രാത്രി 3 മണി വരെയൊക്കെ ചാറ്റിങ്ങും കോളിങ്ങും നമ്പർ കൈമാറക്കവും എല്ലാം ഉണ്ട്. ഇത് മാത്രമല്ല, കൂടുതൽ തെളിവ് ഷാഹിദാത്താടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്.
അത് കാക്കയ്ക്കെതിരെ ഉടൻ തന്നെ എടുത്ത് പൂശുമെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും വേണ്ടില്ല, അങ്ങനെ ഒരു പൂശുവാണെങ്കിൽ നമുക്ക് വീണ്ടും ആ വീഡിയോ എടുത്ത് ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഈ ടോപ്പിക്കാന്ന് ഇവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ പരിഗണിക്കുക. എന്തായാലും കൊള്ളാം. ഇപ്പം ചാറ്റ് ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കുക. എല്ലാ ചാറ്റുകളും പുറത്തു വരുന്ന കാലഘട്ടമാണ്. ഞാൻ നേരത്തെ വീഡിയോക്കകത്ത് പറഞ്ഞപ്പോൾ 2026 എന്ന് പറയുന്നത് കുലിസിത പ്രവൃത്തി ചെയ്യുന്നവർക്ക് അത്ര നല്ല കാലമല്ല. എല്ലാം പുറത്തു വരും, അതെല്ലാ മേഖലയിലും നിൽക്കുന്നവർ. അപ്പോൾ എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പം വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്